ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ അനാഥനാകണം. ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ മരണത്തെ മുഖാമുഖം കാണണം. സ്നേഹവും ജീവിതവും ബന്ധങ്ങളും കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്വർഗം വേറെ ഉണ്ടാകില്ല. പൂവിനെ പൂമ്പാറ്റ ആക്കുന്നവൻ, മണലിനെ മുത്താക്കി മാറ്റുന്നവൻ, കൽക്കരിയെ വജ്രമാക്കുന്നവൻ നമ്മുടെ ജീവിതത്തിലും മിനുക്കുപണികൾ നടത്തുകയാണ്. കാത്തിരിക്കാം അവൻ്റെ തീരുമാനങ്ങൾ എത്തുന്നതുവരെ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തും. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതും നിങ്ങളുടെ സ്വന്തവുമാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നത് വരെ അവരെല്ലാം നിങ്ങൾക്ക് നല്ലവരാണ്. അവരുടെ പ്രതീക്ഷകൾ നിറവേറുന്നതുവരെ മാത്രം നിങ്ങൾ അവർക്ക് വളരെ നല്ലവനാണ്. നഷ്ടപ്പെടലിൻ്റെ അറ്റത്ത് വെച്ചാണ് മനുഷ്യൻ ഇഷ്ടത്തിന് ഒപ്പമുള്ള ഇഷ്ടത്തിൻ്റെ ആഴമറിയുന്നത്. ജീവിത പാഠങ്ങൾ. നിങ്ങൾ കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. നിങ്ങൾ പരിചിതരുടെ ഇടയിലാണെങ്കിൽ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുക. നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക. നിങ്ങൾ ആളുകൾക്കിടയിലാണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് നല്ല കാലം വരുമ്പോൾ നിങ്ങളുടെ ഈഗോയെ നിയന്ത്രിക്കുക. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈകൊടുക്കണം. കരഞ്ഞിരുന്ന റൂമിലേക്ക് ഒന്നൂടെ മടങ്ങിയെത്തണം. വിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങളെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കണം. ആർക്കും കൊടുക്കാത്തതെന്തോ സ്നേഹം മറ്റൊരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തുവെക്കേണ്ടത് നല്ലതാണ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും വീണ്ടും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹം എന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത്. നിങ്ങളുടെ മനസ്സ് കലങ്ങുമ്പോൾ ഒന്നും ചോദിക്കാതെ തന്നെ തന്നിലേക്ക് ഓടിക്കയറാൻ മാത്രം സ്വാതന്ത്ര്യം ഉള്ള ഒരു സുഹൃത്ത് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുമൊരു ദരിദ്രനാണ്. ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് പ്രണയത്തിലാകേണ്ടിയിരിക്കുന്നു. കാമുകിയോട്, പുസ്തകങ്ങളോട്, ജോലിയോട്, പഠനത്തോട്, സംഗീതത്തോട്, ജീവിതത്തോട്. എന്തെങ്കിലും ഒന്നിനെ ആഴത്തിൽ പ്രണയിക്കാതെ ഒരാൾക്കും നീണ്ടു നിൽക്കാൻ കഴിയില്ല. സന്തോഷം നീണ്ടു നിൽക്കാനോ സന്തോഷം കണ്ടെത്താനോ സാധിക്കില്ലെന്ന് തോന്നുന്നു. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ സ്നേഹത്തെ പരിഗണിക്കാതിരിക്കുന്നതാണ്. നമ്മൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നമ്മളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകില്ല. ഒന്നിനോടും ചാടിക്കയറി യെസ് എന്ന് പറയരുത്. അതുപോലെ നോ പറയേണ്ട സമയങ്ങളിൽ അത് പറയാൻ വൈകരുത്. നമ്മുടെ ലൈഫിനെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും റൂട്ട് മാറ്റിവിടുന്നത് നമ്മൾ പറയുന്ന യെസ് ഓർ നോകളുടെ വേഗതയാണ്. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്താൽ വേറെ ഒരാൾക്കും അതെടുത്ത് നിങ്ങളുടെ നേരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. പക്ഷേ വെറുക്കാൻ ഒരു കാരണം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും വലിയ ദുരന്തങ്ങളുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി കാത്തിരിക്കാനാണ്, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനാണ്. മറ്റുള്ളവർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില നല്ല കാര്യങ്ങളൊക്കെയുണ്ട്.
അത് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് ആയില്ലെങ്കിൽ വേറെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും എന്ത് കാര്യം? സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.